എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണവന്ദയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 18-ാം അധ്യായമാണ് പറഞ്ഞ് നിർത്തിയത്. ഇന്ന് 19-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. ക്ലാസ് നടത്തുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സർ. സഹനൗ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയ ജുഹാവ ത്രേതി തന്നയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 19-ാം അധ്യായം ആരംഭിക്കുന്നു. അധ്യായം 19 തുടങ്ങുകയാണ്. മൈത്രേയ ഉവാചാം അഥ അധീക്ഷതരാജാതൂഹയമേധശതേനഫാം ബ്രഹ്മാവർത്തേ മനോക്ഷേത്രേ യത്ര പ്രാചീഫരസ്വതി. അഥ അനന്തരം പിന്നീട് അദീക്ഷത ദീക്ഷയെടുത്തു. ദീക്ഷ എന്ന് വെച്ചാൽ വ്രതം എന്നർത്ഥം. അദീക്ഷത ദീക്ഷിച്ചു, ദീക്ഷിച്ചതിൽ വ്രതം എടുത്തു എന്നർത്ഥം. രാജാതു രാജാവാകട്ടെ ഹയമേധശതേന സഹ 100 അശ്വമേധം കൊണ്ട്, ഹയമേധശതേന 100 അശ്വമേധം ചെയ്തുകൊണ്ട് രാജാവ് ദീക്ഷിതനായി വ്രതമെടുത്തു. ബ്രഹ്മാവർത്തേ ബ്രഹ്മാവർത്തത്തിലുള്ള മനോഹക്ഷേത്രേ ബ്രഹ്മാവർത്തത്തിലുള്ള മനുക്ഷേത്രത്തിൽ എത്ര പ്രാചീ സരസ്വതി എവിടെയാണോ സരസ്വതി കിഴക്കോട്ട് ഒഴുകുന്നത്, പ്രാചീന്റെ കിഴക്കോട്ട്. സരസ്വതി എത്ര പ്രാചീ, സരസ്വതി നദി എവിടെ കിഴക്കോട്ടൊഴുകുന്നുവോ അവിടെയാണ് അദ്ദേഹം വ്രതദീക്ഷിതനായത് എന്നർത്ഥം. രാജാവ് അശ്വമേധം ചെയ്തു എന്ന് പറഞ്ഞു. 1, 2, 3 ഒന്നുമല്ല, 100ഓളം അശ്വമേധങ്ങൾ ചെയ്തു. അശ്വമേധം രാജാക്കന്മാരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടി വരുന്ന ശിക്ഷാദികളായ പാപകർമ്മങ്ങളുടെ പ്രായശ്ചിത്തമാണ് ഈ അശ്വമേധ യജ്ഞം. പേരെടുക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല, അതിൽ ഒരു നിഗൂഢമായ ലക്ഷ്യം ഉള്ളത് പാപങ്ങളെ പരിഹരിക്കലാണ്. അതിനുവേണ്ടിയാണ് അശ്വമേധ യാഗത്തിനേക്കാൾ വേറൊരു പ്രായശ്ചിത്വവും അതിനില്ല എന്ന് വേദങ്ങളും ബ്രാഹ്മണങ്ങളും വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രാജാവായ പൃഥുവും അങ്ങനെയുള്ള തൻ്റെ രാജത്വത്തിന്റെ കാമന പൂർത്തീകരിക്കാൻ വേണ്ടി അശ്വമേധം കഴിക്കാൻ നിശ്ചയിച്ചു. എവിടെ വേണം എന്നാലോചിച്ചിട്ട് അത് മറ്റു സ്ഥലം ബ്രഹ്മാവർത്തത്തിൽ സരസ്വതി നദി ഒഴുകുന്ന സ്ഥലത്ത് തന്നെ, അതിൻ്റെ തീരത്ത് തന്നെ യാഗാദി കർമ്മങ്ങളെ നടത്തിയ പുണ്യസ്ഥലത്തിൽ, മനു യാഗം നടത്തി ഇവിടെ വെച്ചാണ്. അങ്ങനെയുള്ള പുണ്യസ്ഥലത്തിൽ ചെന്നാണ് ഇദ്ദേഹം യജ്ഞദീക്ഷിതനാകാൻ പോകുന്നത് എന്ന് പൃഥുവിന്റെ യജ്ഞദീക്ഷയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അഥാദീക്ഷതരാജാതോ ഹയമേധശതേന ഫാം ബ്രഹ്മാവർത്തേ മനോക്ഷേത്രേ യത്ര പ്രാചീ സരസ്വതി. അഥ സരാജാതു സരസ്വതി യത്ര പ്രാചീ ബ്രഹ്മാവർത്തേ മനോഹക്ഷേത്രേ ഹയമേധശതേന അദീക്ഷത. അഥാദീക്ഷതരാജാതു ഹയമേധശതേന ഫാം ബ്രഹ്മാവർത്തേ മനോക്ഷേത്രേ യത്ര പ്രാചീ സരസ്വതി. അഥാദീക്ഷതരാജാതു ഹയമേധശതേന ഫാം ബ്രഹ്മാവർത്തേ മനോക്ഷേത്രേ യത്ര പ്രാചീ സരസ്വതി. തദഭിപ്രേത്യ ഭഗവാൻ കർമാതിശയമാത്മനാം ശതക്രതുർന്നമർഷേ പൃഥൂര്യജ്ഞമഹോത്സവം. തത് അഭിപ്രേത്യ ഇത് അറിഞ്ഞിട്ട്, തത് അഭിപ്രേത്യ ഇതറിഞ്ഞിട്ട്
ഭഗവാൻ കർമാതിശയം ആത്മനഃ ആത്മനഃ കർമാതിശയം തൻ്റെതായ അതിശയകരമായ ഈ കർമ്മം അശ്വമേധയജ്ഞം 100 അഭിപ്രേത്യ അറിഞ്ഞിട്ട് ഭഗവാൻ ശതക്രതു ഭഗവാനായ ശതക്രതു എന്ന് വെച്ചാൽ ഇന്ദ്രൻ എന്നർത്ഥം. ഇന്ദ്രൻ ഈ വാക്കുകൊടുത്ത് 100 യാഗം പൂർത്തീകരിച്ച ഒരാളേ ഉള്ളൂ, ഇന്ദ്രൻ മാത്രമേ ഉള്ളൂ. ഇനിയും ബാക്കി ആരെ കൊണ്ടത് പൂർത്തീകരിക്കാൻ സമ്മതിക്കത്തുമില്ല. അതുകൊണ്ട് ശതക്രതു എന്നൊരു വിശേഷണം ഇവിടെ ഇന്ദ്രന് കൊടുത്തതാണ്. ക്രതു യാഗമാണ്. 100 യാഗം പൂർത്തീകരിച്ച ഇന്ദ്രൻ ഇദ്ദേഹത്തിന്റെ 100ാമത്തെ യാഗം പൂർത്തീകരിക്കാൻ ശതക്രതുഹു ന മിമർഷയെ ഫഹിച്ചില്ല. ന മമർഷേ മമർഷേ ഫഹിക്കുക, ന മമർഷേ ഫഹിച്ചില്ല. പൃഥോഹോ യജ്ഞമഹോത്സവം പൃഥു മഹാരാജാവിന്റെ യാഗോത്സവത്തെ ഇന്ദ്രന് ഫഹിച്ചില്ല. ദേവേന്ദ്രന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരാശങ്ക കൊണ്ടാണ്. 100 യാഗം ചെയ്താൽ ആർക്കും ഇന്ദ്രനാകാം, 101ാമത്തെ യാഗത്തിൽ ഇന്ദ്രപദവി ലഭിക്കും എന്നാണ്. അതുകൊണ്ട് ഇപ്പൊ ഉള്ള പദവി നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആരെങ്കിലും 100 യാഗം ചെയ്താൽ ആ യാഗത്തെ ചെന്ന് മുടക്കുക എന്നുള്ളത് ഇന്ദ്രൻ ഒരു ദൃഢവ്രതമായി സ്വീകരിച്ചു പോന്നു ഇത്ര കാലം. അതുകൊണ്ട് ഇന്ദ്രൻ യാഗം മുടക്കി കഥകൾ ധാരാളമുണ്ട്. എങ്കിലും രക്ഷപ്പെട്ട ഒരാൾ കുറച്ചു നാള് ഇന്ദ്രനായി എങ്കിലും വീണ്ടും ആ സ്ഥാനം നഷ്ടപ്പെടുത്തിയിട്ട് അയാൾ വീണ്ടും പോകുന്ന കഥയൊക്കെ ഭാഗവതത്തിലുണ്ട്. എന്തായാലും ഇങ്ങനെ ഈ പൃഥുവിന്റെ യജ്ഞമഹോത്സവത്തെക്കുറിച്ച്, അതിശയകരമായ കർമ്മത്തെക്കുറിച്ച് അറിഞ്ഞവനായ ശതക്രതു അത് ഫഹിച്ചില്ല. തദഭിപ്രേത്യ ഭഗവാൻ കർമാതിശയമാത്മന ശതക്രതും നമർഷേ പൃഥുര്യജ്ഞമഹോത്സവം ആത്മനഃ പൃഥോഃ തത് അതിശയം കർമ്മ അഭിപ്രേത്യ ഭഗവൻ ശതക്രതുഃ യജ്ഞമഹോത്സവം നമർഷേ. തദഭിപ്രേത്യ ഭഗവാൻ കർമാതിശയമാത്മന ശതക്രതും നമർഷേ പൃഥുര്യജ്ഞമഹോത്സവം തദഭിപ്രേത്യ ഭഗവാൻ കർമാതിശയമാത്മന ശതക്രതും നമർഷേ പൃഥുര്യജ്ഞമഹോത്സവം. യത്ര യജ്ഞവതി സാക്ഷാത് ഭഗവാൻ ഹരിരീശ്വര അന്വഭൂയത സർവാത്മാ സർവലോക ഗുരുപ്രഭു. എത്ര എവിടെയാണോ യജ്ഞപതിയായ സാക്ഷാൽ ഭഗവാൻ ഹരിഹി ഈശ്വര, സാക്ഷാത്തായ ഭഗവാനായ ഹരി എന്ന ഈശ്വരൻ അന്വഭൂയത അനുഭവിച്ചു, സർവാത്മാവായ അദ്ദേഹം സർവലോക ഗുരു പ്രഭു, സർവലോകഗുരുവും പ്രഭുവുമായ അദ്ദേഹം ഈ പൃഥുവിന്റെ യജ്ഞത്തിൽ പങ്കെടുത്ത് യജ്ഞത്തിന്റെ ഹവിർഭാഗത്തെ വേണ്ട വിധത്തിൽ അനുഭവിച്ചു. യാഗത്തിലെ ഭഗവാൻ തന്നെ നേരിട്ട് പങ്കെടുത്തു എന്നുള്ളതാണ്. ഭഗവാൻ എന്ന് വിശേഷിപ്പിച്ച ഒന്ന് തന്നെയാണ്. എല്ലാ ഭൂതജാലങ്ങളിലും ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ വൃത്തിക്കുകൾ നിരന്നിരിക്കുന്ന ഈ സഭയിലെത്തി പ്രത്യക്ഷമായിട്ട് വന്ന് യജ്ഞത്തിന്റെ ഭാഗത്ത് സ്വീകരിച്ചു. സാധാരണ പ്രത്യക്ഷമാവാറില്ല, മറിഞ്ഞിരുന്ന് സ്വീകരിക്കാറേ ഉള്ളൂ. ഇവിടെ സാക്ഷാത് എന്ന് വിളിച്ചത് കണ്ണുകൊണ്ട് കാണത്തക്ക മട്ടിൽ പ്രത്യക്ഷമായി. അപ്പൊ സാക്ഷാത്തായ പ്രത്യക്ഷീകരിച്ച ഈശ്വരനായ ഹരിയായ ഭഗവാൻ അദ്ദേഹം യജ്ഞപതിയാണ്. യജ്ഞാംഗോ യജ്ഞപതി എന്നൊക്കെ വിഷ്ണു പുരാണത്തിൽ അദ്ദേഹത്തെ കുറിച്ച് വിസ്തരിച്ച് വ്യാഖ്യാനിച്ച് പറയും. യജ്ഞങ്ങളുടെ നായകനായ അദ്ദേഹം സർവാത്മാവായ ലോകഗുരുവും പ്രഭുവുമായ ഭഗവാൻ നേരിട്ട് വന്ന് ആ യജ്ഞപതിത്വം അന്വഭൂയത അനുഭവിച്ചു, സാക്ഷാത്കരിച്ചു. എത്ര യജ്ഞപതി സാക്ഷാത് ഭഗവാൻ ഹരിരീശ്വര അന്വഭൂയത സർവാത്മാ സർവലോക ഗുരു പ്രഭു. എത്ര പ്രഭു സർവലോക ഗുരു സർവാത്മാ ഈശ്വര ഹരി ഭഗവാൻ യജ്ഞപതി സാക്ഷാത് അന്വഭൂയത. എത്ര യജ്ഞപതി സാക്ഷാത് ഭഗവാൻ ഹരിരീശ്വര അന്വഭൂയത സർവാത്മാ സർവലോക ഗുരു പ്രഭു. എത്ര യജ്ഞപതി സാക്ഷാത് ഭഗവാൻ ഹരിരീശ്വര
അന്വഭൂയിത സർവാത്മാ സർവലോക ഗുരുപ്രഭു അന്വിതോ ബ്രഹ്മസർവാഭ്യം ലോകപാലൈ സഹാനുകൈ ഉപഗീയമാനോ ഗന്ധർവേ മുനിഭിശ്ച അപ്സരോഗണൈഃ. അന്വിത കൂടിച്ചേർന്നിട്ട് എന്നത്. അന്വിതോ ബ്രഹ്മ സർവാഭ്യാം, ബ്രഹ്മാവിനാലും ശിവനാലും കൂടിച്ചേർന്നിട്ട്. സർവൻ ശിവൻ. ബ്രഹ്മ സർവാഭ്യാം അന്വിത, ബ്രഹ്മാവിനാലും ശിവനാലും കൂടിച്ചേർന്നവനായിട്ട് ലോകപാലൈഹി ഫഹാനുഗൈ, തന്നെ അനുഗമിച്ചു വരുന്ന ലോകപാലന്മാരോടും കൂടി ഉപഗീയമാനോ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഗന്ധർവൈഹി മുനിഭിഹി അപ്സരോഗണൈ, അപ്സരസുകളാലും മുനികളാലും ഗന്ധർവന്മാരാലും സ്തുതിക്കപ്പെടുന്നവനായിരുന്നു ഈ ഭഗവാൻ എന്നർത്ഥം. പൃഥുവിന്റെ യാഗത്തില് യജ്ഞാംശം സ്വീകരിക്കാൻ വന്നവനായ ഭഗവാന്റെ കൂടെ ബ്രഹ്മാവുമുണ്ട്, ശിവനുമുണ്ട്. ബ്രഹ്മ സർവാഭ്യാം അന്വിതോ എന്നു മാത്രമല്ല, ഇന്ദ്രാദികളായ ലോകപാലന്മാരെല്ലാം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ഇന്ദ്രൻ തന്നെയാണ് യജ്ഞത്തെ മുടക്കാൻ ആഗ്രഹിച്ചത്, സഹിക്കാതായത്. ഇന്ദ്രാദികളായ ലോകപാലന്മാരുടെ തേജസ് ഒന്നിച്ചേർന്നാണ് രാജാവ് എന്നർത്ഥം. അതുകൊണ്ട് രാജാവ് യജ്ഞം ചെയ്യുന്നെങ്കിൽ ഇവരുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അങ്ങനെയുള്ള ആ പൃഥുവിന്റെ കൂടെ ആ പൃഥുവിനെ, അല്ലെങ്കിൽ അവതരിച്ചു വന്നവനായ സാക്ഷാൽ ഭഗവാനെ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ കൂടിച്ചേർന്ന ഭഗവാനെ ഗന്ധർവാദികളും മുനിമാരും അപ്സരസുകളുമൊക്കെ പലതരത്തിലുള്ള സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു വാഴ്ത്തി എന്നത്. അന്വിതോ ബ്രഹ്മസർവാഭ്യം ലോകപാലൈ സഹാനുകൈ ഉപഗീയമാനോ ഗന്ധർവേർ മുനിഭിശ്ച അപ്സരോഗണൈ. ബ്രഹ്മസർവാഭ്യാം സഹാനുകൈഃ ലോകപാലൈഃ അന്വിതഃ ഗന്ധർവൈഃ മുനിഭിഃ അപ്സരോഗണൈഃ ഉപഗീയമാനഃ. അന്വിതോ ബ്രഹ്മസർവാഭ്യം ലോകപാലൈ സഹാനുകൈ ഉപഗീയമാനോ ഗന്ധർവൈ മുനിഭിശ്ച അപ്സരോഗണൈ. അന്വിതോ ബ്രഹ്മസർവാഭ്യം ലോകപാലൈ സഹാനുകൈ ഉപഗീയമാനോ ഗന്ധർവൈർ മുനിഭിശ്ച അപ്സരോഗണൈ. സിദ്ധാവിദ്യാധരാः ദൈത്യാദാനവാഗുഹ്യഗാദയാം സുനന്ദനന്ദ പ്രമുഖ പാർഷദപ്രവരാഹരേഃ. അവര് മാത്രമല്ല, സിദ്ധന്മാരെ, വിദ്യാധരന്മാർ, ദൈത്യന്മാർ, ദിതിയുടെ പുത്രന്മാർ, ദാനവന്മാർ, ധനുവിന്റെ പുത്രന്മാർ, ഇവരെല്ലാം അസുരന്മാരാണ്, രണ്ടു കൂട്ടരാണെന്ന് മാത്രം. ഗുഹ്യഗാതയ, ഗുഹ്യകന്മാര് ആദിയായവർ. സുനന്ദനന്ദപ്രമുഖ, ഹരിയുടെ വിഷ്ണുവിന്റെ രണ്ട് പാർഷദന്മാരാണ്, കാവൽക്കാരാണ്. സുനന്ദൻ, നന്ദൻ എന്നുപേരുള്ള അവരോടും ഒപ്പം പാർഷദപ്രവരാഹ, പാർഷദപ്രവരന്മാരോടുകൂടി ഹരേഹി, ഹരിയുടെ, ഇവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. മുമ്പ് പറഞ്ഞ ഗന്ധർവാദികൾ മാത്രമല്ല, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ദൈത്യന്മാർ, ദാനവന്മാർ, ഗുഹ്യന്മാര്, വിഷ്ണുവിന്റെ പാർഷദന്മാരായ സുനന്ദനന്ദ പ്രമുഖന്മാർ, ഇവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. സിദ്ധാ വിദ്യാധരാദൈത്യാദാനവാഗുഹ്യഗാദയാം സുനന്ദനന്ദ പ്രമുഖ പാർഷദപ്രവരാഹരേ. സിദ്ധാ വിദ്യാധരാദൈത്യാഹ ദാനവാഹ ഗുഹ്യഗാദയഃ ഹരേഃ സുനന്ദനന്ദ പ്രമുഖാഹ പാർഷദപ്രവരാഹ അന്വിതഃ. മുമ്പത്തെ ശ്ലോകത്തിൽ നിന്ന് ഒരു വാക്ക് കളയെടുത്ത് കൂട്ടിച്ചേർക്കുന്നു. സിദ്ധാ വിദ്യാധരാദൈത്യാദാനവാഗുഹ്യഗാദയാം സുനന്ദനന്ദ പ്രമുഖാ പാർഷദപ്രവരാഹരേ. സിദ്ധാ വിദ്യാധരാദൈത്യാദാനവാഗുഹ്യഗാദയാം സുനന്ദനന്ദ പ്രമുഖ പാർഷദപ്രവരാഹരേ. കപിലോ നാരദോ ദത്തോ യോഗീശാസനകാലയാം തമന്വീയുത് ഭാഗവത ഏച തത്സേവനോത്സുകാഃ. കപിലൻ, നാരദൻ, ദത്തൻ, യോഗീശന്മാർ, സനകാദികൾ തം അന്വയുഹു അവനെ പിന്തുടർന്നു. ഭാഗവതാഹ
ഭാഗവതന്മാർ ഏച തത് സേവനോത്സുകാ, ആരാണ് ഭഗവാനെ സേവിക്കാൻ ഉത്സുകന്മാരായി തീർന്ന ആരൊക്കെ? നാരദന്, കപിലൻ, നാരദൻ, ദത്താത്രേയൻ, യോഗേശ്വരന്മാര്, സനകാദികളായവർ, ഇവരെല്ലാവരും ഭഗവാനെ പിന്തുടർന്ന് അവിടേക്ക് എത്തി. യജ്ഞശാലയിലേക്ക് ഭഗവാൻ ഒറ്റയ്ക്കല്ല എന്ന് കാണിക്കാനാണ്. എന്താ, അവിടെ ബ്രഹ്മാവുണ്ട്, ശിവനുണ്ട്, എല്ലാവിധത്തിലുള്ള ഗന്ധർവന്മാർ, അപ്സരസുകളുണ്ട്, വിദ്യാധന്മാർ, ദൈത്യന്മാർ, അതുപോലെ സുനന്ദപ്രമുഖന്മാർ. ഇവർ മാത്രമല്ല, കപിലൻ, നാരദൻ, ദത്തൻ, യോഗേശ്വരായ സനകാദികൾ, ഇവരെല്ലാവരും ഭഗവത് സേവകന്മാരായിട്ട് പിന്തുടരുന്നു. കപിലോ നാരദോ ദത്തോ യോഗേശാസനകാദയാം തമന്വീയോ ഭാഗവത ഏച തത്സേവനോത്സുകാഹം. തത്സേവനോത്സുകാഹ ഏ ഭാഗവതാഃ കപിലഃ നാരദഃ ദത്തഃ യോഗേശാः സനകാദയഃ തം അന്വീയുः. കപിലോ നാരദോ ദത്തോ യോഗേശസനകാദയാം യോഗേശാः സനകാദയാം തമന്വീയോ ഭാഗവത ഏച തത്സേവനോത്സുകാ. കപിലോ നാരദോ ദത്തോ യോഗേശാः സനകാദയാം തമന്വീയോ ഭാഗവത ഏച തത്സേവനോത്സുകാഃ. യത്ര ധർമ്മദുഃഖാ ഭൂമി സർവകാമദുഃഖാ സതീം ദോക്തി സ്മ അഭീപ്സിതാനർത്ഥൻ യജമാനസ്യ ഭാരത. എത്ര, യാതൊരിടത്താണോ ധർമ്മദുഃഖാഹ, ധർമ്മത്തെ കറക്കുന്നവൻ, ദുഃഖാഹ ദോഹനം ചെയ്യുക, കറക്കുക എന്നർത്ഥം. ഭൂമി, ധർമ്മത്തെ കറക്കുന്ന ഭൂമി, സർവകാമദുഃഖാ ഫതി, എല്ലാ കാമങ്ങളെയും കറന്നുകൊടുത്തുകൊണ്ട്, ഫതി എന്ന് വെച്ചാൽ കൊണ്ട് എന്നർത്ഥം. സർവ കാമദുഃഖാ ഫതി, എല്ലാ കാമങ്ങളെയും കറന്നുകൊടുത്തുകൊണ്ട്, ദോക്തിസ്മ അഭീപ്സിതാൻ അർത്ഥാൻ യജമാനസ്യ ഭാരത. ദോക്തി കറന്നു, സ്മ എന്നുള്ളത് ഭൂതകാലത്തെ കാണിക്കാൻ വേണ്ടി പ്രത്യേകമാണ്. ദോക്തി വർത്തമാനകാലമാണ്. ദോക്തിസ്മ എന്ന് വെച്ചാൽ കറന്നു എന്ന് കിട്ടും. ദോക്തി എന്ന് വെച്ചാൽ കറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പ്രസന്റ് ടെൻസ് ആണ്. അതിനെ പാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സ്മ കൂടെ ചേർത്താൽ മതി. അപ്പൊ ദോക്തിസ്മ എന്ന് വെച്ചാൽ കറന്നു എന്നർത്ഥം. അഭീപ്സിതാൻ അർത്ഥാൻ, ആഗ്രഹിക്കുന്ന അർത്ഥങ്ങൾ, പദാർത്ഥങ്ങൾ. ദോക്തിസ്മ അഭീക്ഷിതാൻ അർത്ഥാൻ, അഭീപ്സിതങ്ങളായ അർത്ഥങ്ങൾ, പദാർത്ഥങ്ങളെ കറന്നു. യജമാനസ്യ, യജമാനന്റെ. ഹേ ഭാരത എന്നുള്ള സംബോധനയാണ്. പൃഥുവിന്റെ യാഗത്തിൽ ഇവരൊക്കെ കൂടാതെ ഭൂമിയെ ദേവി തന്നെ നേരിട്ടുണ്ട്. എന്നല്ല, ഈ പൃഥുവിന് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം കറന്നു കൊടുത്തുകൊണ്ട് ഈ ഭൂമി അവിടെ തന്നെ ഉണ്ട്. രാജാവിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ ഭൂമി സർവസന്നദ്ധയായിട്ട് ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയാണ്, പാലുപോലെ അഭീഷ്ടങ്ങളൊക്കെ. എത്ര കാമദുഃഖാ ഭൂമി സർവകാമദുഃഖാ ഫതി ദോക്തി സ്മ അഭീപ്സിതാനർത്ഥാൻ യജമാനസ്യ ഭാരത. ഹേ ഭാരത, എത്ര കർമ്മദുഃഖാ ഭൂമി സർവകാമദുഃഖാ ഫതി യജമാനസ്യ അഭീപ്സിതാൻ അർത്ഥാൻ ദോക്തി സ്മ. എത്ര ധർമ്മദുഃഖാ ഭൂമി സർവകാമദുഃഖാ ഫതി ദോക്തി സ്മ അഭീപ്സിതാനർത്ഥാൻ യജമാനസ്യ ഭാരത. എത്ര ധർമ്മദുഃഖാ ഭൂമി സർവകാമദുഃഖാ ഫതി ദോക്തി സ്മാഭീപ്സിതാനർത്ഥാൻ യജമാനസ്യ ഭാരത. ഊഹുഃ സർവരസാൻ മദ്യ ക്ഷീരദധ്യന്നഘോരസാൻ തരവ ഭൂമി വർഷ്മാണ പ്രാഫൂയന്തമത്യുച്യുതാം. ഊഹുഹു ഒഴുക്കി എന്നർത്ഥം. ഊഹുഹു ഒഴുകുക, ഊഹതി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒഴുകുക എന്നാണ്. ഊഹുഹു ഒഴുക്കി,
ഫർവ രഫാദ് നദ്യ. നദികൾ ഫർവ രഫാൻ ഊഹു. നദികൾ എല്ലാ രഫങ്ങളെയും ഒഴുക്കി കൊടുത്തു. ക്ഷീരം, ദധി, അന്നം, ഗോരഫങ്ങൾ. ക്ഷീരം പാലാണ്, ദധി തൈരാണ്, അന്നം അന്നങ്ങളാണ്, ഗോരഫങ്ങൾ നെയ്യ്, പാല്, തൈര് തുടങ്ങിയിരിക്കുന്ന ഗോരഫങ്ങൾ. ഗോരഫാൻ ക്ഷീര ദധ്യന്നാദികൾ. ഫർവരഫാൻ നദ്യഃ ഊഹു. നദികൾ പാല്, തൈര്, ഗോരഫങ്ങൾ, നെയ്യ് ഇതെല്ലാം ധാരാളം ഒഴുക്കിക്കൊടുത്തു. തരവോ വൃക്ഷങ്ങൾ. ഭൂരി വഷ്മാണഹ. ധാരാളം ശരീരങ്ങളോട് കൂടിയ, വഷ്മാനച്ച ശരീരം, ഭൂരി ധാരാളം, ഭൂരിവഷ്മാണഹ ധാരാളം ശരീരത്തോടു കൂടെ. പ്രാഫൂയന്ത പ്രസവിച്ചു എന്നാണ് വാക്കിന്റെ അർത്ഥം. പ്രാഫൂയന്ത ഉണ്ടാക്കി കൊടുത്തു, സഫലീകരിച്ചു എന്നർത്ഥം. മധുച്യുത തേൻ ഒഴുക്കുന്നതായിട്ട്. പ്രാഫൂയന്ത വൃക്ഷങ്ങൾ നല്ല ശരീരത്തോടു കൂടി വളർന്നു വലുതായിട്ട് ധാരാളം തേനുകൾ വൃക്ഷങ്ങളെല്ലാം ഒഴുക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. ഊഹു ഫർവരഫാൻ മധ്യ ക്ഷീരദിത്യന്നഗോരഫാൻ തരവോ ഭൂമി വർഷ്മാണ പ്രാഫൂയന്ത മധുച്യുതാം. നദ്യഃ ക്ഷീരദധ്യന്നഗോരഫാൻ ഫർവരഫാൻ ഊഹു. ഭൂരിവർഷ്മാണഃ തരവഃ മധുച്യുതഃ പ്രാഫൂയന്ത. ഊഹു ഫർവരഫാൻ നദ്യ ക്ഷീരദധ്യന്നഗോരഫാൻ തരവോ ഭൂമിവർഷ്മാണ പ്രാഫൂയന്ത മധുച്യുതാം. ഊഹു ഫർവരഫാൻ നദ്യ ക്ഷീരദധ്യന്നഗോരഫാൻ തരവോ ഭൂരിവർഷ്മാണ പ്രാഫൂയന്ത മധുച്യുതാം. സിന്ധവോ രത്നനികരാൻ ഗിരയോന്നം ചതുർവിധം ഉപായനമുപാജഹുരുഫലോകാ ഫപാലകാ. സിന്ധവഃ സമുദ്രങ്ങൾ. രത്നനികരാൻ രത്നക്കൂട്ടങ്ങൾ. സമുദ്രങ്ങൾ രത്നക്കൂട്ടങ്ങൾ ഒഴുക്കി കൊടുത്തു. സമുദ്രം രത്തിനുണ്ടാകുന്ന വിശിഷ്ട വസ്തുവാണ് രത്നങ്ങൾ. മുത്ത് വിളഞ്ഞ് പാകമാകുമ്പോൾ രത്നമായി പരിണമിക്കും. അത് സമുദ്രത്തിൽ വെച്ചേ ഉണ്ടാവുകയുള്ളൂ, പുറത്തു വെച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ സമുദ്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് രത്നങ്ങൾ. അത് ഒഴുക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഗിരയോഹോ അന്നം ചതുർവിധം. ഗിരയ പർവ്വതങ്ങൾ ചതുർവിധം അന്നം 4 വിധത്തിലുള്ള അന്നത്തെ ഒഴുക്കി കൊടുത്തു. അന്നം 4 വിധത്തിലുണ്ട് എന്നാണ്. ഒന്ന് ഖാദ്യം, കടിച്ചു തിന്നുന്നത്. പിന്നൊന്ന് പേയം, കുടിക്കാനുള്ളത്. പിന്നൊന്ന് ലേഹം, നക്കി തിന്നാനുള്ളത്. പിന്നൊന്ന് ചൂഷ്യം, പിഴിഞ്ഞു കുടിക്കുന്നത്, ജ്യൂസ് പോലുള്ളതൊക്കെ. ഇങ്ങനെ 4 തരത്തിലാണ് നമുക്ക് അന്നം ഉള്ളത്. ഖാദ്യമുണ്ട്, കടിച്ചു തിന്നുന്ന അന്നങ്ങളുണ്ട്. പേയമുണ്ട്, കുടിക്കുന്ന അന്നമുണ്ട്. ലേഹമുണ്ട്, നക്കി തിന്നുന്നതാണ്. അതുകൊണ്ടാണ് ലേഹ്യം എന്നൊക്കെ നമ്മൾ ഈ ലേഹത്തിന് പേര് കൊടുത്ത അങ്ങനെയാണ്. പിന്നെയുള്ളത് ചോഷ്യമാണ്. വെച്ചാൽ ജ്യൂസ് എടുക്കുക, പിഴിഞ്ഞെടുക്കുക. നാരങ്ങ, ഓറഞ്ച്, കരിമ്പ് ഇതെല്ലാം എന്തിയാണ് പിഴിഞ്ഞെടുക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, വായിലിട്ട് ചവച്ച് അതിൻ്റെ രസം മാത്രം ഇറക്കിയിട്ട് ബാക്കി തുപ്പിക്കളയും. അതാണ് ചോഷ്യം. ഇങ്ങനെ 4 തരത്തിലുള്ള അന്നം പർവ്വതങ്ങൾ ഒഴുക്കി കൊടുത്തു. ഗിരയോ അന്നം ചതുർവിധം ഉപായനം ഉപാജഹ്രു സർവലോകാഹ ഫപാലകാഹ. ലോകത്തിലുള്ള സമസ്ത ജനങ്ങളും രാജാക്കന്മാരും അതേപോലെ
സർവപാലകന്മാർ, ലോകപാലകന്മാർ എല്ലാവരും തന്നെ ഉപായനം ഉപാജഹുറു, സമ്മാനങ്ങൾ കൊണ്ടുകൊടുത്തു. ഉപായനം കാഴ്ചദ്രവ്യങ്ങൾ, ഉപാജഹ്രുഹു അടുക്കിലേക്ക് എത്തിച്ച് സമർപ്പിച്ചു. വരുന്നവരൊക്കെ എന്തെങ്കിലും സമ്മാനപ്പൊതിയുമായിട്ടാണ് വരിക. വെറുതെ കൈയും വീശാലെ വരുന്നത്, യജ്ഞമാണ്. അതുകൊണ്ട് യജ്ഞത്തിന് ആവശ്യമായ അനവധി ഘടകങ്ങൾ ഇവരെല്ലാം കൊണ്ട് ഈ യജ്ഞത്തിൽ സമർപ്പിച്ചു. സിന്ധവോ രത്നകരാൻ ഗിരയോന്നം ചതുർവിധം പായനമുപാജഹ്രു സർവലോകാ സപാലകാ. സിന്ധവ രത്നനികരാൻ ഗിരേഹ ചതുർവിധം അന്നം സപാലകാഹ സർവലോകാഹ ഉപായനം ഉപജഹ്രു. സിന്ധവോ രത്നനികരം ഗിരയോന്നം ചതുർവിധം ഉപായനമുപാജഹ്രു സർവലോകാ സപാലകാം. സിന്ധവോ രത്നനികരം ഗിരയോന്നം ചതുർവിധം ഉപായനമുപാജഹ്രു സർവലോകാ സപാലകാം. ഇതി ച അധ്വക്ഷജേശസ്യ പഥോസ്തു പരമോദയം അസൂയൻ ഭഗവാനിന്ദ്രപ്രതിഘാതമചീകരത്. ഇത് ഇങ്ങനെ, ഇതി ച ഇങ്ങനെയും, അധോക്ഷജേശസ്യ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായ, അധോക്ഷജ ഈശസ്യ അക്ഷം ഇന്ദ്രിയമാണ്, അക്ഷത്തെ അപ്പുറത്ത് കടന്നു താഴെയാക്കി മാറ്റി. അധോക്ഷജനെ താഴെയാക്കി മാറ്റിയിട്ട് അപ്പം ഭഗവാനാകുന്ന ഒരു രക്ഷിതാവോട് കൂടിയവനായ പ്രഥോഹത്തു, പ്രഥുവാകട്ടെ പരമോദയം, പരമമായ അഭിവൃദ്ധിയെ പ്രാപിച്ചപ്പോൾ. കാരണം ഇത്രയും പേര് പങ്കെടുക്കുന്ന ഒരു യജ്ഞം അത്യപൂർവമാണ്, അത്ഭുതകരമാണ്. അത് കണ്ടപ്പോൾ പ്രഥോഹു പരമോദയം, പ്രഭുവിന്റെ പരമോദയം കണ്ടിട്ട് അസൂയൻ ഭഗവാൻ ഇന്ദ്ര, ഇന്ദ്രനായ ഭഗവാൻ അസൂയുണ്ടായി. ലോകസഹജമായ ഒരു ഭാവമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ധാരാളം ആൾക്കാർ വന്ന് കുമ്പിടുക, നമസ്കരിക്കുക, അവരെ കൊണ്ട് കാര്യങ്ങൾ നേടിപ്പോകുന്ന കണ്ടാൽ ബാക്കിയുള്ളവർക്ക് ഒരു അസൂയ ഉണ്ടാകും. ഇല്ല, എനിക്ക് പറ്റിയില്ലല്ലോ, എനിക്ക് പറ്റുന്നതല്ലല്ലോ, എല്ലാവർക്കും എല്ലാം പറ്റില്ല എന്നൊരു തിരിച്ചറിവല്ലേ വേണ്ടേ. തെങ്ങ് വിചാരിക്കുകയാണ് എന്നിൽ നിന്ന് മാങ്ങ ഉണ്ടാകുന്നില്ല, എല്ലാവരും മാഞ്ചോട്ടിൽ കൂടുന്നു, എത്ര പേരാ അവിടെ. ആ മാങ്ങ എല്ലാവരും വീഴുന്നത് അപ്പം തന്നെ ചുനകളഞ്ഞ് കഴിച്ചിട്ട് ഹാവൂ നല്ല രസം എന്നൊക്കെ പറയുന്നു, എൻ്റെ അടുക്കലേക്ക് ആരും വരുന്നില്ല എന്ന് ഈ തെങ്ങ് അസൂയ വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ട്. തെങ്ങിൽ മാങ്ങ ഉണ്ടാവില്ല, തേങ്ങയിലും ഉണ്ടാവുമല്ലോ. ഇതുപോലെയാണ് നമ്മൾ മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയ ഉണ്ടാകും. ഇത് ലോകത്തിന്റെ സഹജമായ ഒരു ഭാവമാണ് എന്ന് അവതരിപ്പിക്കാൻ വേണ്ടി കാണിച്ചു തന്നെ. പ്രതിഘാതം അചീകരൻ, അതിന് വിഘ്നം ഉണ്ടാക്കാൻ വേണ്ടി അചീകരത് ചെയ്തു. പ്രതിഘാതം തടസ്സം അല്ലെങ്കിൽ വിഘ്നം, അചീകരത് ചെയ്തു, അതിന് തടസ്സം ഉണ്ടാക്കി, വിഘ്നം ഉണ്ടാക്കി. യജ്ഞം പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല. എന്തുകൊണ്ടാണ് അസൂയ? അത്രയുള്ളൂ കാരണം. ഇതിജ അധോക്ഷജേശസ്തു പരമോദയം അസൂയൻ ഭഗവാനിന്ദ്ര പ്രതിഘാതമചീകരൻ. അധോക്ഷജസ്യ പ്രഥോഹോ തു പരമോദയം അസൂയൻ ഭഗവാൻ ഇന്ദ്ര ഇതി പ്രതിഘാതം അചീകരൻ. ഇതിജ അധോക്ഷജേശസ്യ പ്രഥോസ്തു പരമോദയം അസൂയൻ ഭഗവാനിന്ദ്ര പ്രതിഘാതമചീകരൻ. ഇതിജ അധോക്ഷജേശസ്യ പ്രഥോസ്തു പരമോദയം അസൂയൻ ഭഗവാനിന്ദ്ര പ്രതിഘാതമചീകരൻ. ചരമേണ അശ്വമേധേന യജമാനേ യജുഷ്പതിം വൈന്യേ യജ്ഞപശും സ്പർദ്ധൻ അപോവാഹതിരോഹിതാം. ചരമേണ അശ്വമേധേന, ചരമം എന്ന് വെച്ചാൽ അന്തിമം എന്നുള്ള അർത്ഥം, ഒടുവിലത്തെയാണ്. നമ്മൾ ചരമം എന്നുള്ളത് മരിക്കുന്നതിന് മാത്രമേ ഉള്ളൂ, അത് ഒടുവിലത്തെയാണല്ലോ മരണം. അതുകൊണ്ട് ചരമം എന്ന് എവിടെയെങ്കിലും കണ്ടാൽ അവസാനത്തേത് എന്നർത്ഥം.
ചരമേണ അശ്വമേധേന, ഒടുവിലത്തെ അശ്വമേധം, 100 പൂർത്തിയാക്കാൻ പോകുന്ന ഒടുവിലത്തെ അശ്വമേധം കൊണ്ട് യജമാനൻ യജുഷ്പതിം, യജുഫിന്റെ പതിയായ ഭഗവാനെ, വൈന്യൻ, യജമാനനായ വൈന്യൻ, വേനപുത്രൻ, പൃഥു എന്നർത്ഥം. യജമാനനായ പ്രഭു യജുഷ്പതിയെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യജ്ഞപശുവിനെ സ്പർദ്ധയുണ്ടാക്കിക്കൊണ്ട് അപഹരിച്ചു, തിരോഹിത മറഞ്ഞു. സ്പർദ്ധിച്ചുകൊണ്ട് അപഹരിച്ചു, അപഹരിച്ചു. തിരോഹിത മറിഞ്ഞു പോയി. പെട്ടെന്ന് പശുവിനെ അപഹരിച്ച് എന്നാണ് മറഞ്ഞു. ആർക്കും കാണാൻ മേലുണ്ടായി. ആരാ അപഹരിച്ചെന്ന് പോലും അറിയത്തില്ല. ഇന്ദ്രൻ ഓടി വന്ന് യജ്ഞപശുവായ കുതിരയെ എന്ത് ചെയ്തു? അപഹരിച്ചുകൊണ്ട്. പിന്നെ യജ്ഞം നടക്കില്ലല്ലോ, യജ്ഞത്തിന് വിഘാതമുണ്ട്. ഇതാണ് ഇന്ദ്രൻ എല്ലായിടത്തും ചെയ്യാറുണ്ട്, കുതിരയെ അപഹരിച്ചുകൊണ്ട്. പിന്നെ ആ കുതിരയെ കിട്ടാതെ കാര്യം നടക്കില്ല. ആ കുതിരയെ എവിടെ നിന്നും കൊണ്ട് ഒളിച്ചു നോക്കും. പിന്നെ കുതിരയെ അന്വേഷിച്ച് നടക്കലാണ് ഇത് പൂർത്തിയാക്കാൻ വേണ്ടി. പലപ്പോഴും കിട്ടാറില്ല, ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അത്രേ ഉള്ളൂ. ചരമേണ അശ്വമേധേന യജമാനേ യജുഷ്പതിം വൈന്യേ യജ്ഞപശും സ്പർദ്ധൻ അപോവാഹതിരോഹിതം. ചരമേണ അശ്വമേധേന യജുഷ്പതിം വൈന്യേ യജമാനേ സ്പർദ്ധൻ തിരോഹിത യജ്ഞപശും അപോവാഹ. ചരമേണ അശ്വമേധേന യജമാനേ യജുഷ്പതിം വൈന്യേ യജ്ഞപശും സ്പർദ്ധൻ അപോവാഹതിരോഹിതം. ചരമേണ അശ്വമേധേന യജമാനേ യജുഷ്പതിം വൈന്യേ യജ്ഞപശും സ്പർദ്ധൻ അപോവാഹതിരോഹിത. സ്പർദ്ധൻ അപോവാഹ പർവശം പറഞ്ഞു പിടിച്ചാലേ ആ വാക്ക് കിട്ടുള്ളൂ. ചരമേണ അശ്വമേധേന യജമാനേ യജുഷ്പതിം വൈന്യേ യജ്ഞപശും സ്പർദ്ധൻ അപോവാഹതിരോഹിതം. തമത്ര ഭഗവാൻ ഐക്ഷത്വരമാണം വിഹായഫ ആമുക്തമിവ പാഖണ്ഡം യോ ധർമ്മേ ധർമ്മവിഭ്രമ. ആരും കാണാതെ പശുവിനെ അപഹരിച്ച് കടന്നു കളഞ്ഞു ഇന്ദ്രൻ. തം അവനെ അത്രിഹി ഭഗവാൻ ഐക്ഷ, അവനെ അത്രി ഭഗവാൻ കണ്ടു, ഐക്ഷത് കണ്ടു. തം അത്രിഹി ഭഗവാൻ ഐക്ഷത് ത്വരമാണം വിഹായഫ ആകാശത്തിലൂടെ ത്വരമാണം അതിവേഗതയിൽ പറന്നു പോകുന്ന ആ ഇന്ദ്രനെ അത്രി ഭഗവാൻ നേരിട്ട് കണ്ടു. ബാക്കി ആരും കണ്ടില്ല. അതിനുമ്പ് ഓടിക്കളഞ്ഞില്ല. അത്രി ആകാശത്തിൽ വെച്ച് ആരെ കണ്ടു? ഇന്ദ്രൻ പശുവിനെ കൊണ്ടുവന്ന കാഴ്ച കണ്ടു. തം അത്രിഹി ഭഗവാൻ ഐക്ഷത് ത്വരമാണം വിഹായഫ ഐക്ഷത്വരമാണം വിഹായഫ ആമുക്തമിവ പാഖണ്ഡം യോ ധർമ്മേ ധർമ്മ വിഭ്രമ. ആമുക്തം ഇവ, ആമുക്തം എന്ന് വെച്ചാൽ കവചം ധരിക്കാൻ. കവചം എന്നതുപോലെ, ആമുക്തം എന്നതുപോലെ, കവചം പോലെ ആകാശത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്നവനായ അവനെയാണ് അത്രി ഭഗവാൻ കണ്ടത്. അവൻ പാഖണ്ഡന, വേദവിരോധിയ. യോ അധർമ്മേ ധർമ്മ വിഭ്രമ, അധർമ്മത്തിൽ ധർമ്മത്തിന് വിഭ്രമം ഉണ്ടാക്കുന്നവനാണ്. അധർമ്മം കാണുമ്പോൾ ധർമ്മമാണോ എന്ന് തെറ്റിദ്ധരിക്കുന്നവനാണ്. അങ്ങനെയുള്ള അവൻ ഇന്ദ്രൻ പാഖണ്ഡനെ പോലെ ആകാശത്തിലൂടെ ഓടിപ്പോകുന്നത് അത്രി ഭഗവാൻ നേരിട്ട് കണ്ടു അവനെ. തമ അത്രി ഭഗവാൻ
ഐക്ഷത്വരമാണം വിഹായഫാം ആമുക്തമിവ പാഖണ്ഡം യോ ധർമ്മേ ധർമ്മവിഭ്രമാം. അധർമ്മേ ധർമ്മവിഭ്രമഃ യഃ പാഖണ്ഡം ആമുക്തമിവ വിഹായഫാ ത്വരമാണം തം ഭഗവാൻ അത്രിഹി ഐക്ഷത്. തമത്രഭഗവാനൈക്ഷത്വരമാണം വിഹായഫാം ആമുക്തമിവ പാഖണ്ഡം യോ ധർമ്മേ ധർമ്മവിഭ്രമാം. തമത്രഭഗവാനൈക്ഷത്വരമാണം വിഹായഫാം ആമുക്തമിവ പാഖണ്ഡം യോ ധർമ്മേ ധർമ്മവിഭ്രമാം. അത്ര നാചോദിതോ ഹന്തും പതുപുത്രോ മഹാരഥാം അന്വഥാവതസം ക്രുദ്ധഃ തിഷ്ഠതിഷ്ഠീതി ചബ്രവീത്. അത്ര നാചോദിതഃ, അത്രയാൽ പ്രചോദിപ്പിക്കപ്പെട്ടവനായിട്ട്, ഹന്തും പ്രചോദിതഃ, കൊല്ലുന്നതിന് വേണ്ടി പ്രചോദിതനായിട്ട്, പൃഥുപുത്രോ മഹാരഥ, മഹാരഥനായ പൃഥുപുത്രൻ അന്വഥാവത പുറകെ ഓടി, സംക്രുദ്ധ കോപിച്ചുകൊണ്ട്, തിഷ്ഠ തിഷ്ഠ ഇതിച്ച അബ്രവീത്, നിൽക്കൂ നിൽക്കൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പുറകെ ഓടി. അത്രി മഹർഷിയുടെ പ്രചോദനമനുസരിച്ച് പൃഥുവിന്റെ പുത്രൻ, മഹാരഥനായ പൃഥുപുത്രൻ ഈ കുതിരയുടെ പുറകെ ഓടി. കോപിഷ്ഠനായിട്ട് നിൽക്കൂ 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 ദൂരെ വെച്ചതിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറകെ ഓടി. അത്രണ ചോദിതോ ഹന്തും പൃഥുപുത്രോ മഹാരഥാം അന്വഥാവത സംക്രുദ്ധഃ തിഷ്ഠതിഷ്ഠേതി ചബ്രവീത്. അത്രണ ഹന്തും ചോദിതഃ ഭാരതഃ പൃഥുപുത്രഃ സംക്രുദ്ധഃ അന്വഥാവത തിഷ്ഠ തിഷ്ഠ ഇതി അബ്രവീച്ച. അത്രണ ചോദിതോ ഹന്തും പൃഥുപുത്രോ മഹാരഥാം അന്വഥാവത സംക്രുദ്ധഃ തിഷ്ഠതിഷ്ഠേതി ചബ്രവീത്. അത്രണ ചോദിതോ ഹന്തും പൃഥുപുത്രോ മഹാരഥാം അന്വഥാവത സംക്രുദ്ധഃ തിഷ്ഠതിഷ്ഠേതി ചബ്രവീത്. തം ദാദിശാകൃതിം വീക്ഷ്യമേനേ അധർമ്മശരീരിണം ജഡിലം ഭസ്മനാച്ഛന്നം തസ്മൈ ബാണം ന മുഞ്ചതി. താദിശാകൃതി തം വീക്ഷ്യം, അങ്ങനെയുള്ള ആകൃതിയോട് കൂടിയിരിക്കുന്നവനായ അവനെ കണ്ടിട്ട് മേനെ വിചാരിച്ചു, ധർമ്മശരീരം, ധർമ്മം ശരീരം സ്വീകരിച്ചു വന്നാണെന്ന് വിചാരിച്ചു. ധർമ്മ ശരീരണം, ധർമ്മത്തിന് ശരീരമില്ലല്ലോ, ആകൃതിയൊന്നുമില്ല, രൂപവുമില്ല. ഈ ധർമ്മം ഒരാകൃതി സ്വീകരിച്ച്, രൂപം സ്വീകരിച്ചു വന്നതാണോ എന്ന് ആശങ്കിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ ആകൃതി? ജഡിലം ഭസ്മനാച്ഛന്നം, ജഡ ധരിച്ചവനാണ്, ഭസ്മം കൊണ്ട് ദേഹം മുഴുവൻ മറച്ചവനാണ്. തസ്മൈ, അവന്റെ നേരെ ബാണം ന മുഞ്ചതി, അമ്പയച്ചില്ല. ഇന്ദ്രൻ പെട്ടെന്ന് വേഷം മാറിയിട്ട് ജഡ ധരിച്ചവനായി, ഭസ്മം പൂഷ്യവനായി, അങ്ങനെ ആകപ്പാടെ ഒരു മഹേശ്വര രൂപത്തെ സ്വീകരിച്ചവനായ ഇന്ദ്രനെ കണ്ടിട്ട് ഇത് ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമല്ലേ എന്ന് ശങ്കിച്ച് പൃഥുപുത്രൻ അവന്റെ നേർക്ക് അമ്പയച്ചില്ല. പൃഥുപുത്രൻ ചെന്നപ്പോൾ ഇന്ദ്രൻ പെട്ടെന്ന് രൂപം മാറി. രൂപം മാറിയിട്ട് സ്വീകരിച്ചത് ജഡാഭാരമുള്ളവൻ, ജഡിലം ഭസ്മനാച്ഛന്നം, ഭസ്മം പുഷ്യവനായിട്ട് ഒരു സ്വരൂപം സ്വീകരിച്ചാണ് ഇന്ദ്രൻ അവിടെ നിന്ന്. അത് കണ്ടപ്പോൾ പേനപുത്രന്റെ പുത്രൻ, പൃഥുവിന്റെ പുത്രന് തോന്നി, ഇവൻ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച ഏതോ മഹാത്മാവാണ് എന്ന് കണ്ടിട്ട് അവന്റെ നേരെ അമ്പയച്ചില്ല. ഇന്ദ്രൻ രക്ഷപ്പെട്ടു.
തം താദിശാഗതിം വീക്ഷ്യമേനേ ധർമ്മശരീരണം ജഡിലം ഭസ്മനാച്ഛന്നം തസ്മൈവ ആനന്ദമുഞ്ജതി. ജഡിലം ഭസ്മനാച്ഛന്നം താദിശാകൃതിം തം വീക്ഷ്യ ധർമ്മശരീരണം മേനേ തസ്മൈ ബാണം ന മുഞ്ജതി. തം താദിശാകൃതിം വീക്ഷ്യമേനേ ധർമ്മശരീരണം ജഡിലം ഭസ്മനാച്ഛന്നം തസ്മൈ ബാണം ന മുഞ്ജതി. തം താദിശാകൃതിം വീക്ഷ്യമേനേ ധർമ്മശരീരണം ജഡിലം ഭസ്മനാച്ഛന്നം തസ്മൈ ബാണം ന മുഞ്ജതി. വധാൻ നിവൃത്തം തം ഭൂയോ ഹന്തവേത്രിരചോദയൻ ജഹി യജ്ഞഹനം താത മഹേന്ദ്രം വിബുധാധമം. വധാത് നിവൃത്തം തം, വധത്തിൽ നിന്ന് നിവർത്തിപ്പിക്കപ്പെട്ടവനായ അവനെ, അല്ല ഇപ്പോ ഒരു അമ്പയച്ച് ഇന്ദ്രനെ കൊന്നുകളഞ്ഞു. ഇന്ദ്രൻ വേഷപ്രച്ഛന്നായിട്ട് സാക്ഷാൽ രുദ്രന്റെ വേഷം ധരിച്ചു നിന്നതുകൊണ്ടാണ് കൊല്ലാതയച്ചത്. അങ്ങനെ കൊല്ലാതയച്ചപ്പോൾ അമ്പിൽ നിന്നും നിവൃത്തി കിട്ടി. വധാത് നിവൃത്തം തം, അവനെ ഭൂയോ വീണ്ടും ഹന്തവേ അത്രിഹി അചോദയ, ഹന്താവിനായിക്കൊണ്ട് ഹനിപ്പയ്ക്കാൻ വേണ്ടി അത്രിഹി അചോദയത്, അത്രി അവനെ പ്രചോദിപ്പിച്ചു. പൃഥുപുത്രനെ അത്രി വീണ്ടും പ്രചോദിപ്പിച്ചു. കൊന്നുകളഞ്ഞേക്കൂ കൊന്നുകളഞ്ഞേക്കൂ, വീണ്ടും വീണ്ടും വേഷപ്രച്ഛന്നായിട്ട് നിന്നാലും ഇന്ദ്രനെ വധിച്ചു കളയണം എന്ന് അത്രി മഹർഷിയും ആവശ്യപ്പെട്ടു. ആരും കാണാതെ കുതിരയും കൊണ്ട് ഒളിച്ചോടുന്ന കണ്ട ആളാണ് അത്രി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അവനെ കൊന്നുകളഞ്ഞേക്കൂ, വിട്ടയക്കണ്ട എന്ന്. ജഹി യജ്ഞഹനം, ജഹി കൊല്ലൂ എന്നർത്ഥം, ഹനിക്കൂ ജഹി. യജ്ഞഹനം, യജ്ഞത്തെ നശിപ്പിക്കുന്നവനെ കൊന്നുകളയും. താത മഹേന്ദ്രം വിബുധാത, താത എന്നുള്ള സംബോധനയാണ്, കുഞ്ഞെ എന്നുള്ളതിന് പകരം. വിബുധാധമം, ദേവന്മാരിൽ വെച്ച് അധമനായ മഹേന്ദ്രനെ യജ്ഞത്തെ നശിപ്പിക്കുന്നവനായി കണ്ട് ജഹി കൊന്നുകളയൂ എന്ന് ആവശ്യപ്പെട്ടു. അത്രി മഹർഷി പൃഥുപുത്രനോട് ആവശ്യപ്പെട്ടു. ഇനിയും നോക്കിയിരിക്കേണ്ട, അവനെ കൊന്നുകളഞ്ഞേക്കൂ എന്ന്. യാഗവിഘ്നം വരുത്തിയവനാണ് ഇന്ദ്രൻ, തെറ്റ് ചെയ്തവനാണ്, പാപിയാണ്. അതുകൊണ്ടാണ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അവനെ എന്ത് ചെയ്തേക്കണം, കൊന്നുകളഞ്ഞേക്കൂ എന്ന് ഉപദേശ രൂപത്തിൽ അത്രി മഹർഷി ഹന്താവായ പുത്രനോട് ആജ്ഞാപിച്ചു. വധാൻ നിവൃത്തം തം ഭൂയോ ഹന്തവേത്രിരചോദയൻ ജഹി യജ്ഞഹനം താത മഹേന്ദ്രം വിബുധാധമം. വധാത് നിവൃത്തം തം അത്രിഹി ഭൂയഃ ഹന്തവേ അചോദയത് താത യജ്ഞഹനം വിബുധാധമഃ മഹേന്ദ്രം ജഹി. വധാൻ നിവൃത്തം തം ഭൂയോ ഹന്തവേത്രിരചോദയൻ ജഹി യജ്ഞഹനം താത മഹേന്ദ്രം വിബുധാധമം. വധാൻ നിവൃത്തം തം ഭൂയോ ഹന്തവേത്രിരചോദയൻ ജഹി യജ്ഞഹനം താത മഹേന്ദ്രം വിബുധാധമം. ഏവം വൈന്യസുത പ്രോക്തഃ ത്വരമാണം വിഹായ സാം അന്വദ്രവദഭിക്രുദ്ധോ രാവണം ഉദ്ധരാടിവാം. ഏവം ഇങ്ങനെ വൈന്യസുതഃ പ്രോക്തഃ, വേനപുത്രന്റെ പുത്രൻ, പ്രോക്തഃ പറയപ്പെട്ടവനായിട്ട്, അത്രി മഹർഷിയാൽ പറയപ്പെട്ടവനായിട്ട്, ത്വരമാണം വിഹായഫ ആകാശത്തിൽ കൂടി അതിവേഗതയിൽ തേരോടിച്ചു പോയിട്ട്, അന്വദ്രവത് അഭിക്രുദ്ധോ, അന്വദ്രവത് അനുദ്രവിച്ചു, കൂടെ ഓടി, അദ്രവത് ഓടി, അന്വദ്രവത് കൂടെ ഓടി, അഭിക്രുദ്ധ
കോപിഷ്ഠനായിട്ട് രാവണൻ വൃദ്ധരാടി. രാവണനെ പക്ഷിരാജൻ എന്ന പോലെ ജടായു എന്ന പക്ഷിശ്രേഷ്ഠൻ രാവണന്റെ പുറകെ ഓടിയതുപോലെ ഗൃധ്രരാക്ഷ് കഴുകന്മാരുടെ രാജാവ് എന്നതുപോലെ ഗൃധ്രരാട് ഇവ രാവണനെ പിന്തുടർന്നുകൊണ്ട് സീതയെ അപഹരിച്ചുകൊണ്ടുപോകുന്ന രാവണനെ പിന്തുടർന്നുകൊണ്ട് ഈ പക്ഷിശ്രേഷ്ഠനായ ജടായു പുറകെ ഓടിച്ചെല്ലുന്നുണ്ട്. പക്ഷെ പറ്റിയില്ല. ചന്ദ്രഹാസം കൊണ്ട് തന്നെ ചിറകരിഞ്ഞ് വീഴ്ത്തി താഴെ വിടുന്നു. അന്വദ്രവത് അഭിക്രുദ്ധോ രാവണം ഗൃദ്ധരാടി എന്നതുപോലെ രാവണനെ പക്ഷിശ്രേഷ്ഠൻ എന്ന പോലെ കോപിഷ്ഠനായിട്ട് ഇവന്റെ പുറകെ ഓടി എന്നർത്ഥം. ആരെ? വേനന്റെ പുത്രന്റെ പുത്രൻ, വൈന്യപുത്രൻ, പൃഥുവിന്റെ പുത്രൻ. ഏവം വൈന്യഫുത പ്രോക്തസ്വരമാണം വിഹായഫാം അന്വദ്രവദഭിക്രുദ്ധോ രാവണം ഗൃദ്ധരാടിവാം. ഏവം പ്രോക്തഃ വൈന്യഫുതഃ അഭിക്രുദ്ധഃ ഗൃദ്ധരാട് രാവണം ഇവ വിഹായഫാം ത്വരമാണം അന്വദ്രവത്. ഏവം വൈന്യഫുത പ്രോക്തഃ ത്വരമാണം വിഹായഫാം അന്വദ്രവദഭിക്രുദ്ധോ രാവണം ഗൃദ്ധരാടിവാം. ഏവം വൈന്യഫുത പ്രോക്തസ്തരമാണം വിഹായഫാം അന്വദ്രവദഭിക്രുദ്ധോ രാവണം ഗൃദ്ധരാടിവാം. ഫോഷ്വം രൂപം ച തദ്ധിത്വാ തസ്മാ അന്തർഹിതഫ്രാട് വീരഫപശുമാദായ പിതൃയജ്ഞമുപീവൻ. അവൻ അശ്വം രൂപം ച തത് ഹിത്വാ, അവൻ അശ്വത്തെയും കുതിരയെയും തദ്രൂപം ആ രൂപത്തെയും, ഫോ അശ്വം ഫഹ അശ്വം അവൻ കുതിരയുടെ രൂപത്തെയും അതേപോലെ താൻ ഇപ്പം സ്വീകരിച്ച രൂപത്തെയും തത് ഹിത്വാ അത് ഉപേക്ഷിച്ചിട്ട്, തസ്മാ ഉപേക്ഷിച്ചിട്ട് അവനായിക്കൊണ്ട്, തസ്മൈ എന്നാണ് ഇനി അത് നമ്മൾ അർത്ഥം അറിയുമ്പം നമ്മൾ അറിഞ്ഞാൽ മതി. വായിക്കുമ്പോൾ തസ്മ എന്ന് മാത്രം വായിച്ചാൽ മതി. അർത്ഥം പറയുമ്പോൾ തസ്മൈ എന്ന് പറയുന്നതാണ്. അന്തർഹിത ഫരാക്ഷ് സ്വയം രാജിക്കുന്നവനായ ഭഗവാൻ അവിടെ അന്തർധാനം ചെയ്തു. വീരഹ സ്വപശുമാതായ പിതൃയജ്ഞമുപീവൻ, വീരനായ പുത്രൻ സ്വന്തം പശുവിനെയും കൊണ്ട് അച്ഛന്റെ യജ്ഞശാലയിലേക്ക് തിരിച്ചെത്തി. ബുദ്ധപുത്രൻ ആകാശത്തിലൂടെ കോപിഷ്ഠനായിട്ട് തന്നെ പിന്തുടരുന്നു എന്ന് കണ്ടപ്പോൾ ഇന്ദ്രൻ കുതിരയെ ഉപേക്ഷിച്ചു. കുതിരയെ അപഹരിച്ചുകൊണ്ടെന്നു അതിനെ വിട്ടു. തന്റെ രൂപവും മാറ്റി. താൻ ഇന്ദ്രൻ തന്നെയായി. ഫോഷും രൂപഞ്ച തദ് ഹിത്വാ തദ്ധിത്വാ അത് ഉപേക്ഷിച്ചിട്ട് തസ്മൈ അന്തർഹിത അവിടെ തന്നെ അന്തർധാനം ചെയ്തു. അവിടെ തന്നെ മറഞ്ഞുപോയി. സ്വരാട്ടും വീരനുമായ പുത്രനാകട്ടെ സ്വപശുമാതായ തൻ്റെ ഇന്ദ്രന്റെ പശുവായ കുതിരയെ സ്വീകരിച്ചുകൊണ്ട് പിതു യജ്ഞം ഉപയുവാൻ പിതാവിന്റെ യജ്ഞശാലയിലേക്ക് എത്തി. ഫോഷ്വരൂപഞ്ചാതദ്ധിത്വാ തസ്മാ അന്തർഹിത സ്വരാട് വീരസ്വപശുമാതായ പിതുർയജ്ഞമുപീവൻ. സഹ സ്വരാട് തസ്മൈ അശ്വം തദ്രൂപം ച ഹിത്വാ അന്തർഹിതഃ വീരഃ സ്വപശുഃ ആദായ
പിതുഃ യജ്ഞം ഉപയുവാൻ. ഫഷ്വം രൂപഞ്ചതദ്ധിത്വാ തസ്മാ അന്തർഹിതഃ വീരസ്വപശുമാദായ പിതുർയജ്ഞമുപേയുവാൻ. ഫോഷ്വം രൂപഞ്ചതദ്ധിത്വാ അസ്മാ അന്തർഹിതഃ വീരസ്വപശുമാദായ പിതുർയജ്ഞമുപേയുവാൻ. തത്തസ്യദദ്ഭുതം കർമ്മ വിചക്ഷ്യ പരമർഷയാ നാമധേയം ദദുസ്തസ്മൈ വിജിതാശ്വ ഇതി പ്രഭോ. തത് തസ്യ ച അദ്ഭുതം കർമ്മ, അവന്റെ അത്ഭുതകരമായ ആ കർമ്മം വിചക്ഷ്യ കണ്ടിട്ട്, പരമർഷയ പരമന്മാരായ മഹർഷിമാർ, നാമധേയം ദദു അവന് പേര് കൊടുത്തു, ദദുഹു കൊടുത്തു, തസ്മൈ അവന് വേണ്ടി, വിജിതാശ്വ ഇത് പ്രഭു, കുതിരകളെ ജയിക്കാൻ പറ്റുന്നവനാണ് വിജിതാശ്വൻ എന്നൊരു പേരും പൃഥുപുത്രന് അവിടെ വെച്ച് കൊടുത്തു. ഇനി മുതൽ പൃഥുപുത്രന്റെ പേരായി വിജിതാശ്വൻ എന്നുള്ളൊരു പേരായി. തത്തസ്യത് അദ്ഭുതം കർമ്മ വിചക്ഷ്യ പരമേഷ് വിചക്ഷ്യപരമർഷയ നാമധേയം ദതുസ്തസ്മൈ വിജിതാശ്വ ഇതി പ്രഭോ. ഹേ പ്രഭോ, പരമർഷയ തസ്യ തത് കർമ്മ വിചക്ഷ്യ തസ്മൈ വിജിതാശ്വ നാമധേയം ദദു. തത്തസ്യദ്ഭുതം കർമ്മ വിചക്ഷ്യ പരമർഷയ നാമധേയം ദദുസ്തസ്മൈ വിജിതാശ്വ ഇതി പ്രഭു. തത്തസ്യദ്ഭുതം കർമ്മ വിചക്ഷ്യ പരമർഷയ നാമധേയം ദദുസ്തസ്മൈ വിജിതാശ്വ ഇതി പ്രഭു. നമ്മുടെ സമയം ഏതാണ്ട് ആയിരിക്കുകയാണ്. ഇനിയും നീണ്ടുപോയാൽ രാത്രി ഇത്തിരിയാകും. കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ആർക്കേതും സംശയങ്ങൾ ചോദിക്കാനുള്ള ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.